ഓരോ മനുഷ്യനെയും മുന്നോട്ട് നയിക്കുന്നത് അവൻ്റെ ഓർമ്മകളാണ്. ഈ ഓർമ്മകൾ മൊബൈൽ ഫോണിൽ ചിത്രമായി പകർത്തിയോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫായോ ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കുകയാണ് പതിവ്. പക്ഷേ കനകക്കുന്നിലെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയിലെത്തിയാൽ ആ ഓർമ്മയുടെ ഒരു കഷ്ണം അത് എന്നേക്കുമായി നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതാണ്. എങ്ങനെയെന്നല്ലേ പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മകൾ നമ്മളെ സൂക്ഷിക്കാൻ റസനിലൂടെ സൂക്ഷിക്കാൻ സഹായിക്കുന്നത് പൂജപ്പുര സ്വദേശിയായ നീതുവാണ്. നീതുവിൻ്റെ റെസ്നോവേഷൻ എന്ന ഈ ഒരു ഐഡിയയിലൂടെയാണ് നമ്മുടെ ഓർമ്മകൾ സൂക്ഷിക്കാൻ സഹായിക്കുക. എന്താണ് ശരിക്കും ഈ റെസ്നോവേഷൻ എന്ന് പറയുന്നത്? റെസിനോവേഷൻ എന്ന് പറയുന്നത് ഇന്നോവേഷൻ ഫ്രം റസിൻ, അതായത് റസിൻ കൊണ്ട് നമുക്ക് ഇന്നോവേറ്റീവായിട്ട് എന്ത് ചെയ്യാമെന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആദ്യത്തെ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ആദ്യം ഈ ക്രാഫ്റ്റ് മേഖലയിൽ ഞാൻ ക്വില്ലിങ് പേപ്പർ ക്വില്ലിങ്ങും നമ്മുടെ ടെറാക്കോട്ട ജ്വല്ലറിയൊക്കെ ചെയ്യുമായിരുന്നു പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാമെന്ന് നോക്കി നടന്നപ്പോഴത്തേക്കാണ് റസിൻ്റെ വീഡിയോസ് കാണുന്നതും അതിനെപ്പറ്റി നോക്കി ചെയ്ത് പഠിക്കുന്നതും. ഞാനിത് ചെയ്ത് തുടങ്ങിയിട്ടൊരു 5 years ആയി. പക്ഷേ ഇൻ ടു ബിസിനസ് വന്നിട്ടൊരു 3 വർഷമായിട്ടുള്ളൂ. റെസ്നോവേഷനിലൂടെ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്തു കൊടുക്കാറ് സാധാരണ? ഇതിനകത്ത് എല്ലാം ഉണ്ട്. ലൈഫ് സ്റ്റൈൽ അക്സസറി സ്റ്റോർ എന്ന് തന്നെയാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. അതായത് നമ്മുടെ മെമ്മറി പ്രിസർവേഷൻ മുതൽ, അതായത് നേരത്തെ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നമുക്കിപ്പം വർമാല പ്രിസർവേഷനുണ്ട്, DNA പ്രിസർവേഷനുണ്ട്. DNA പ്രിസർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ജ്വല്ലറി ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഹെയർ ഉണ്ടല്ലോ, ഐലാഷസും അല്ലാണ്ട് മുടിനാഴികളും വെച്ചിട്ട് നമുക്ക് ജ്വല്ലറീസ് ചെയ്യാൻ പറ്റും. പിന്നെ അല്ലാണ്ട് പല്ലൊക്കെ ഉണ്ട്, കുഞ്ഞു പല്ല, ഇതൊരു ഫസ്റ്റ് പൊഴിഞ്ഞു പോയ പൽപ്പല്ലാണ്, അത് വെച്ചിട്ട് പെൻഡൻറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ DNA റിലേറ്റഡ് കുറേ സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ടീ കൂടിയിൽ തന്നെ ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഈ നമ്പേഴ്സിൻ്റെ അകത്ത് നോക്കിയാൽ കാണാം ഒരു ഓഷ്യൻ തീമാണ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൽ വെച്ചിരിക്കുന്ന യൂസ് ചെയ്തേക്കുന്ന ഫ്ലവേഴ്സൊക്കെ റിയലാണ്. ബേബി ബർത്ത് ഡീറ്റെയിൽ ഫ്രെയിമാണ്. അതിനകത്ത് കുഞ്ഞിൻ്റെ അംബ്ലിക്കൽ കോഡുണ്ട്, ഫസ്റ്റ് ഹോസ്പിറ്റലിൽ കെട്ടിയ ബെൽറ്റുണ്ട്, നമ്മുടെ സ്കാൻ റിപ്പോർട്ടുണ്ട്. അതിന് ആ ക്ലയൻറ്റ് ആവശ്യപ്പെട്ടതിൽ ഒരു ഗേൾ ആയതുകൊണ്ട് ഒരു പിങ്ക് ബീച്ച് തീമിൽ വേണമെന്നായിരുന്നു. അപ്പോൾ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഷെൽസും ഈ സ്റ്റാഫിഷും ഒക്കെ റിയലാണ്. ഈ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എൻ്റെ ഓൺ ഡിസൈനാണ്. ലൈക്ക് ജ്വല്ലറീസ് ഉണ്ട്, നമുക്ക് പെൻഡൻസ് ഉണ്ട്, ബാംഗിൾസ് ഉണ്ട്, റിങ്സ് ഉണ്ട്, കുട്ടി ഫ്രെയിംസ് ഉണ്ട്. ലൈക്ക് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പാകത്തിനുള്ള സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഞാനിപ്പം ശരിക്കും പറയുന്നത് ഒരു 15 to 20 days ആണ് പറയുന്നത്. കാരണം എനിക്കൊരു കുഞ്ഞു മോതിരം ചെയ്തെടുക്കാൻ, ഇപ്പോൾ ഈ കൈ ഇട്ടേക്കുന്ന മോതിരം എനിക്ക് ചെയ്തെടുക്കാൻ ഒരു 4 ദിവസം വേണ്ടി വരും. കാരണം റസിൻ എന്ന് പറയുന്നൊരു ലിക്വിഡാണ്. അത് ഒരു ലെയർ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് 24 മണിക്കൂർ എടുക്കും. ഒറ്റ ലെയറല്ല നമ്മളിത് ചെയ്യുന്നത്, പല ലെയർ ബൈ ലെയറാണ് ചെയ്യുന്നത്. വൺസ് റസിൻ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ആണ്, അത് പിന്നെ കേടാവത്തില്ല, എത്ര നാൾ വേണമെന്നുള്ളൂ. വീഡിയോ ജേർണലിസ്റ്റ് ബിബിൻ ശങ്കലിനൊപ്പം റിപ്പോർട്ടർ ആഷിൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.